ഞാൻ പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രസാദ്, ഇപ്പോൾ ഈ MV ഗോവിന്ദൻ അടക്കം ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട രീതി, അതിൽ മുഖ്യമന്ത്രി ഇന്നലെ കൂടി വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സംഘടന മതിയോ ഇനി അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയെ നയിക്കാൻ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 2026 പിണറായി വിജയനാണെങ്കിൽ അതിലും ഇനി ചർച്ചകൾ നടക്കില്ലേ? കാരണം ഇപ്പോഴത്തെ ഈ നിലമ്പൂരിലെ ജനവിധി അത് ഒരുപക്ഷെ പിണറായിക്കെതിരായ ഒരു ജനവിധിയാണ് എന്നൊരു വിലയിരുത്തലുകൾ കൂടി വന്നാൽ ഇനി അതിലും ഒരു ചർച്ചകൾ നടക്കാൻ സാധ്യതയില്ലേ? ഇതിനൊക്കെ അപ്പുറം ഇടതുമുന്നണിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് പരാജയപ്പെടുകയാണോ? നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇവിടെ നിലമ്പൂരിലും ആവർത്തിച്ചത്? പ്രസാദ്, സേതുലക്ഷ്മി, അത്തരത്തിൽ ഒരു മാറ്റമൊന്നും നേതൃതലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റേണ്ട സാഹചര്യമോ ഒന്നും തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് അൻവറിന് ഇത്രയധികം വോട്ട് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിനകത്തൊരു ഫാക്ടറുണ്ട്. അൻവർ 9 വർഷം LDFിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും അത് വെറും LDFിൻ്റെ ഒരു MLA ആയിരുന്നല്ല, അദ്ദേഹം CPM അംഗമായിരുന്നില്ലേ പോലും CPMകാരനായി തന്നെ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ശൈലിയും എല്ലാം. ഏറ്റവും വലിയ സൈബർ പോരാളി അൻവർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൻവറിന് CPMലെ അണികൾക്കിടയിലെല്ലാം തന്നെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം അധികം വോട്ട് അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ നിന്നും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വഴിക്കടവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും ഇപ്പോൾ സേതുലക്ഷ്മി ചോദിച്ചതുപോലെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിച്ചുപണി ആവശ്യമുണ്ടോ ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ? അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നേതൃത്വം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ മാറ്റേണ്ട ഒരു സാഹചര്യവും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് ആ വോട്ട് കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 44.17% വോട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ VV പ്രകാശ് മത്സരിച്ച സമയത്ത് 45%-ലേറെ വോട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ ആ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ UDFന് കുറവാണ്. പക്ഷേ 11% വോട്ട്, 11%-ലേറെ വോട്ട് PV അൻവറിന് ലഭിച്ചിട്ടുണ്ട്. LDFനാകട്ടെ 37.8%. അതായത് കഴിഞ്ഞ തവണ 46% ലഭിച്ചതിൽ 9%-ഓളം കുറവ് വോട്ട് ലഭിച്ചു. പക്ഷേ ആ 9% വോട്ടിൽ PV അൻവറിന് കൂടിയിട്ടുണ്ട്. അൻവറിന് കൂടിയ വോട്ടുകളെല്ലാം തന്നെ വലിയ തോതിൽ LDFിൻ്റെ വോട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം UDFന് വലിയൊരു വോട്ട് ഷെയറിങ് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വലിയ തോതിലുള്ളൊരു ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമാണെങ്കിൽ അത് UDFിലേക്കായിരുന്നു ആ വോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെ അൻവറിലേക്കാണ് പോയത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അൻവർ ഈ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. പക്ഷേ തിരുത്തലുകൾ വേണ്ടിവരും. ആ തിരുത്തലുകൾ എന്ന് പറയുന്നത് ജനക്ഷേമമായ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടിരുന്നത് ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട കുടിശ്ശികയാണ്. ആ കുടിശ്ശിക ഇവിടെ വൈകുകയും പിന്നീട് തെരഞ്ഞെടുപ്പോടടുപ്പിച്ച് ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അത് UDF വിമർശന വിധേയമാക്കിയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം തിരുത്തലുകളുമായി മുന്നോട്ട് പോകാം. അതല്ലാതെ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കേണ്ട ഒരു ഘട്ടമോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ പ്രസാദ്, ഞാൻ ഒരിക്കൽ കൂടി ഇനി ആസിഫിലേക്ക് കൂടി പോകണം. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF ഇങ്ങനെ ഒരു മിന്നും ജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ലീഗിന്റെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആസിഫെ, ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു പ്രചാരണ ആയുധം അത് ഈ ആര്യാടൻ മുഹമ്മദിന്റെ പഴയ പ്രസ്താവനകളായിരുന്നു. മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ പാണക്കാട് കുടുംബത്തിനെതിരെയും ഒക്കെ ആര്യാടൻ മുഹമ്മദും ഈ ഷൗക്കത്തും ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഇടതുപക്ഷത്തെ ഈ വലിയ രീതിയിൽ അവിടെ പ്രചരണ ആയുധമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം പോലും ഇടത് പ്രചരണങ്ങൾ കാക്കം കൂട്ടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കങ്ങളൊന്നും ഒരു തരത്തിലും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് തന്നെയല്ലേ ഈ ഫലം വ്യക്തമാക്കുന്നത്. ഇടതുവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ PV അൻവർ വെല്ലുവിളിയായിട്ട് പോലും മിന്നുന്ന ഒരു ഭൂരിപക്ഷത്തിൽ ഷൗക്കത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൽ ലീഗിന്റെ പിന്തുണ ഉണ്ട് എന്നൊരു കാര്യം അത് നമുക്ക് നിസ്സംശയം പറഞ്ഞുകൂടെ? ഉറപ്പിച്ച് പറയാം. കാരണം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എടുത്ത പണി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് UDFിൻ്റെ ഒരു ഘടകകക്ഷിയും എടുക്കാത്തതുപോലെയുള്ള
അധ്വാനമാണ് എടുത്തത്. മൂത്തേടം പഞ്ചായത്ത് എത്തുമ്പോൾ, അതായത് വഴിക്കടവ് കഴിഞ്ഞ് മൂത്തേടത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു ലീഗിന്റെ വോട്ടുകൾ എങ്ങോട്ടെങ്കിലും ചിതറിപ്പോയിട്ടുണ്ടോ എന്ന്. പക്ഷേ മൂത്തേടത്ത് ലീഗ് തെളിയിച്ചു. കാരണം പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം മൂത്തേടം നൽകി എന്നുള്ളതാണ്. 2000-ന് മുകളിൽ നിലമ്പൂർ നഗരസഭ ഒഴിച്ചു നിർത്തിയാൽ 2000 ആസിഫിലേക്ക് മടങ്ങിയെത്താം. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് നിലമ്പൂരിലെ ലീഗിന്റെ ഒരു സ്വാധീനമാണ്. കാരണം ഈ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച കഴിഞ്ഞ സമയം മുതൽ തന്നെ നിലമ്പൂരിൽ UDF-ന് വേണ്ടി ലീഗ് അത്രമേൽ അവിടെ പണിയെടുത്തിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. കാരണം പല നേതാക്കളും ഈ പ്രഖ്യാപിച്ച സമയം മുതൽ എത്തിയിട്ട് പിന്നീട് കൊട്ടിക്കലാശ സമയത്താണ് അവർ തിരികെ പോകുന്നത് പോലും. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ഈ ലീഗ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ചലനമൊക്കെയാണ് UDF-ന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോലും സാധിച്ചത്. ആസിഫെ കേൾക്കാമെങ്കിൽ തുടരാം. ആസിഫ്. തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം മൂത്തേടം എണ്ണിയപ്പോൾ തന്നെ ലീഗിന്റെ വോട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് മാത്രം കഴിയുന്ന കാരണം മൂത്തേടം മാത്രമാണ് പഞ്ചായത്തുകളിൽ 2000-ന് മുകളിൽ ഭൂരിപക്ഷം നൽകിയത്. മൂത്തേടത്തിന് മുമ്പിൽ നിലമ്പൂർ നഗരസഭ മാത്രമാണ് ഉള്ളത്. അങ്ങനെ അടിമുടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അത് UDF-ന്റെ പെട്ടിയിലേക്ക് വോട്ടായി വന്നു. ആര്യാടൻ ഷൗക്കത്തിന് എതിരാകുമെന്ന് കരുതിയിരുന്ന ഒരു ഫാക്ടറും വർക്കായില്ല. ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഈ തങ്ങൾ കുടുംബത്തെ അടക്കം കുറിച്ച് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഫലിക്കുമെന്ന് കരുതിയെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഘട്ടവും ഉണ്ടായില്ല. കാരണം പാണക്കാട് തങ്ങന്മാർ നേരിട്ടാണ് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തത്. അവർ വന്ന് നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ UDF-ന് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടിയും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ UDF-ന് ആയിട്ടുണ്ട്. മാത്രമല്ല ലീഗ് ചൂണ്ടിക്കാണിച്ചത് ഇത് എന്ന് പറയുന്നത് വരാൻ പോകുന്ന വ്യക്തമാണ്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിലമ്പൂരിലെ സാധാരണക്കാർക്ക് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞാക്കയുടെ ബാപ്പൂട്ടിയാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ കുഞ്ഞാക്കയുടെ രാഷ്ട്രീയ പിന്മുറക്കാരനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ പാരമ്പര്യം കൂടി കാത്തു സൂക്ഷിച്ച് ഷൗക്കത്ത് ജയിച്ചു കയറിയതോടെ മണ്ഡലത്തിന് പുറമെ സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഏറെയാണ്. മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDF-ന് ആത്മവിശ്വാസത്തിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടിയായി തീരുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാം. നിലമ്പൂരിലെ ഒരു ഇതുവരെയുള്ള വോട്ടെണ്ണലിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ സമ്പൂർണ്ണമായ ഒരു വിലയിരുത്തലുകൾ നടത്തുകയായിരുന്നു നമ്മുടെ പ്രസാദ് ഉറുമ്പശ്ശേരിയും ആസിഫ് മുഹമ്മദും ബെൻസനും ഒപ്പം അജിത്തും.